ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുതിയിരിക്കുക. ജീവിക്കുന്ന ദൈവം നമ്മുടെ മുന്നിലിരിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നുറുങ്ങുന്ന നൊമ്പരങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ അട്ടുന്ന സമസ്ത ദുഃഖങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി കരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ദൈവമേ, നാനാവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, സങ്കടപ്പെടുന്നവരുണ്ട് കർത്താവേ. എന്റെ ഈശോയെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 59 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ രക്ഷിക്കാൻ കഴിയാത്തവർ അവിടുത്തെ കരം കുറുകിയിട്ടില്ല. ഞങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ കേൾക്കാൻ കഴിയാത്തവർ അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ, മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് പ്രത്യാശിച്ച് അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച് അങ്ങയുടെ ദൈവപൈതങ്ങൾ ആത്മാവിൻ്റെ സഹായത്തോടെ മുന്നേറണമെന്നായിരുന്നു കർത്താവെ സുവിശേഷ ശുശ്രൂഷയിൽ അങ്ങ് വെളിപ്പെടുത്തിയത്. ഇപ്പോഴെന്നെ ശ്രവിക്കുന്ന അത്തരം അനേക ആയിരങ്ങൾ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലാണ്. ചിലർ വിശ്വാസങ്ങളുടെ ഘട്ടങ്ങളിൽ കർത്താവെ അവരെ നീ നിമിഷം ആശീർവദിക്കണേ കർത്താവെ. വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ടെന്ന് പ്രത്യാശ ലഭിക്കുന്ന ഉറപ്പാണല്ലോ ഈശോ. എബ്രായർ 11:1 പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും അവർ വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ട്, പ്രത്യാശിക്കുന്നവരെ ലഭിക്കുമെന്നുള്ള ആഴമായ ബോധ്യം ആത്മാവേ ഈ നിമിഷം അവർക്ക് സഹായമായി നൽകണമേ കർത്താവേ. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5 പ്രാർത്ഥിക്കുന്ന ഈശോ കഷ്ടത സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും നമുക്ക് നൽകുന്നു കർത്താവെ. നിരാശരാക്കാത്ത പ്രത്യാശയാൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകണമേ കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയില്ലാത്തവരെ, പ്രത്യാശ കുറഞ്ഞവരെ, പ്രത്യാശയുടെ വീര്യശക്തി നഷ്ടപ്പെട്ടവരെ അഭിഷേകം ചെയ്യണം കർത്താവെ. എല്ലാം ഒന്നുകൂടി തുടങ്ങാൻ കർത്താവെ, ഒന്നുകൂടി പ്രത്യാശിക്കാൻ കർത്താവെ. പുതു ചൈതന്യത്തോടെ കർത്താവെ. സ്നേഹം ശക്തിയാണല്ലോ കർത്താവെ, സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് കർത്താവെ അങ്ങയുടെ വചനങ്ങൾ എഴുതിയിട്ടുള്ള കർത്താവെ. സ്നേഹം ശക്തിയാണല്ലോ കർത്താവെ. വിശ്വാസം നഷ്ടപ്പെട്ട് കർത്താവെ വീര്യപ്രവൃത്തി, സ്നേഹത്തിൻ്റെ വീര്യശക്തി നഷ്ടപ്പെട്ട ആൾക്കാർ കർത്താവെ, ദൈവപൈതൽ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കരുത് ദൈവമേ. സ്നേഹത്തിൻ്റെ ശക്തിയാൽ കർത്താവെ ഈ നിമിഷം കർത്താവെ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണം കർത്താവെ. ശക്തി നഷ്ടപ്പെട്ടവരെ കർത്താവെ നീ അഭിഷേകം ചെയ്യാറുണ്ടല്ലോ കർത്താവെ. ബലഹീനരാണല്ലോ കർത്താവെ, നിന്റെ ശക്തി കർത്താവെ പൂർണ്ണമായി പ്രകടമാകണം കർത്താവ്. ദിവ്യകാരുണ്യമേ, ശക്തി നഷ്ടപ്പെട്ടവരില്, സ്നേഹത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടവരില്, അപ്പോൾ സഹനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടവരില് ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിയണമേ. എല്ലാത്തിനും അതിജീവിക്കുവാൻ യോഹന്നാൻ 14:19 പ്രാർത്ഥിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, സ്നേഹമായി ജീവിക്കുന്നു, പ്രത്യാശ ജീവിക്കുന്നു കർത്താവെ. അതിനാൽ നിങ്ങളും അതിജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവെ. എല്ലാ തകർന്നു പോയവര്, രോഗബാധിതര്, പീഡിതര്, സാമ്പത്തിക കടമുള്ളവര്, തകർച്ചയുള്ളവര്, കുടുംബ കലഹമുള്ളവര്, കുടുംബത്തിൽ പിരിഞ്ഞു താമസിക്കുന്നവര്, പല പല കാരണങ്ങളാണ് കർത്താവെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയ മക്കളെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവർ കണ്ണീരോടെയാണ് വരുന്നത്. ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ ആരാധനയിൽ സൗഖ്യമായി, സ്നേഹമായി കർത്താവേ, സ്നേഹത്തിന്റെ സൗഖ്യമായി, പ്രത്യാശയുടെ സൗഖ്യമായി കർത്താവേ. അങ്ങനെ മക്കളുടെ മനസ്സിലേക്ക് കർത്താവേ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാറിയ രോഗങ്ങള്, തീരാവേദനകള് കർത്താവേ
ശക്തി കൊടുക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ദൈവികമായ കൃപ ചൊരിയട്ടെ. യേശു സ്തോത്രം, യേശു നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ ദൈവങ്ങളും സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവൻ നൽകുന്ന ദൈവമേ, സൗഖ്യം നൽകുന്ന ദൈവമേ, ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ, പ്രത്യാശയുടെ ശക്തിയാൽ കർത്താവേ, സൗഖ്യവും സാന്ത്വനവും സമാധാനവും കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വർദ്ധിക്കുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവികമായ രോഗസൗഖ്യം നൽകുന്ന ആരാധനയുടെ അഭിഷേക നിറഞ്ഞ ആശീർവാദത്തിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ദൈവം നമ്മളെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് നീ TV തുറന്ന് കർത്താവിൻ്റെ സന്ധ്യാഭിഷേകത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ ദൈവം നിന്നെ വരുത്തതാണെന്ന് ഓർക്കും. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ ആശീർവാദം മാത്രം മതിയാകും നിൻ്റെ വിഷയത്തിന് ശക്തി നൽകാൻ, നിൻ്റെ ഹൃദയത്തിന് ശക്തി നൽകാൻ. നീയും പ്രാർത്ഥനാപൂർവ്വം കർത്താവ് എന്നെയും വിളിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആദരവോടും സ്നേഹത്തോടും കൂടി ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ്. കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. ജീവിക്കുന്ന ദൈവം നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ ഏറ്റെടുക്കുന്നു. കർത്താവായ ദൈവമേ, യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, മനമുയർത്തി നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ മേഖലകൾ ഏറ്റെടുക്കുന്നു. കർത്താവേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഏറ്റെടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ ദൈവം നിന്റെ തൊഴിൽ മേഖലകളെ ആശീർവദിക്കുന്നു. തൊഴിൽ രഹിതരെ ആശീർവദിക്കുന്നു. ഭവനരഹിതരെ ആശീർവദിക്കുന്നു. സന്താനരഹിതരെ ആശീർവദിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി ഹൃദയം തുറന്ന് ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിമിക്ക് ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ മഹത്വം, കർത്താവേ സ്തോത്രം. ദൈവമേ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മത്തായി 6:33 പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവേ, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യവും സാന്ത്വനവും നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.